പത്തിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. ഹലോ ഹലോ എടുക്കും ഇന്നെടുക്കും എടുത്തിട്ടേ പോകൂ. എന്താ 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 ഇവിടെ റെസ്റ്റ് ചെയ്യാം. വട്ടി പിടിച്ച അതെ പുതിയ പേഴ്സ്. ഇത് ഡോറല്ല. എന്താണ് കാണാം കാണണം. എന്ത് കാണണം? ഇവൻ ഇയാളുടെ പോക്കറ്റ് അടിച്ചു സാർ. ശരിയാണോടാ? പോക്കറ്റ് അടിക്കാൻ ഞാൻ തയ്യക്കാരനൊന്നല്ല സാർ. ആ അടിയല്ല, എന്റെ പാന്റെ പോക്കിലെ പേഴ്സ് അടിച്ചത്. അയ്യോ എന്റെ പേഴ്സണാലിറ്റി കണ്ടറിഞ്ഞൂടെ ഞാനൊരു പോക്കറ്റ് അടിക്കാരനല്ലെന്ന്. കർത്താവാണ് മാതാവാണ് സകല പുണ്യാളന്മാരാണ് സത്യം. ഞാൻ ആരും ഇന്നുവരെ മോഷ്ടിച്ചിട്ടില്ല. ക്രിസ്ത്യാനിയാ? അതെ. എങ്കിലും മോഷ്ടിക്കില്ല. പറഞ്ഞോട് പിന്നെ താനെന്തിനാ ഓടിയത്? എന്തിനാ ഓടിയെന്ന്? എടാ ക്രിസ്ത്യാനികൾക്ക് ഓടാൻ പാടില്ലേ? അതിന് സ്പീഡിൽ ഓടി എന്തിനാ? അയ്യോ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സ്പീഡിൽ ഓടാൻ പാടില്ലേ? കള്ളനാണ് സാർ. സാർ ഇയാളൊന്ന് പരിശോധിച്ചോളൂ. എന്റെ 26,000 രൂപയാണ് സാർ. 26,000 കാണണം. കർത്താവേ ഇവർ ചെയ്തത് എന്താണെന്ന് ഇവർക്കറിയാം. ഇവരോട് ക്ഷമിക്കരുതേ. നാം 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 എന്താണത്? പള്ളിമണി കാണണം. കുർബാന ഓ കാണണം. യവനെന്തിനാ എപ്പോഴും കാണണമെന്ന് പറയുന്നത്? ശവം. നല്ലൊരു മനുഷ്യൻ. ഇയാളുടെ ഒന്നുമില്ലടോ. മാന്യമായി ആക്ഷേപിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം സാർ. ഞാൻ ഗൾഫിൽ പോകാൻ പറ്റുന്ന പൈസയാണ് പോയി തോന്നുന്നു. എത്ര രൂപ 26,000 ഉറപ്പാണല്ലോ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കാണണം. ശവമേ വൃത്തികെട്ട പരിപാടിയായിട്ട് ഞാൻ ആ ടൈപ്പല്ല. ഞാനും ആ ടൈപ്പല്ല. പിന്നെ താൻ പിടിച്ച അതിനല്ല. ഇയാളെന്താ കണ്ണുകൊത്തി കളിക്കണേ? എവിടെ നടായി പേഴ്സ്? അതൊക്കെ എന്തിനാ അറിയണത്? എന്നാ കൈ സാറേ. ഞങ്ങളുടെ കാശ് വാങ്ങിട്ട് പിച്ചക്കാരനോ? ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 ക്യാഷ് തരാനുണ്ട്. 26,000 ക്യാഷ്. അതൊരു 18-ാം തീയതി ഞാൻ അല്ലേ? അന്ന് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധി കുറവാൻ പറ്റിച്ച്. ഇപ്പൊ ബുദ്ധി വെച്ചടോ. വെക്കടാ കാശ്. കയ്യിലടക്കിയതാ. തന്റെ പോക്കറ്റിൽ പേഴ്സ് നോക്കി. പേഴ്സ് അങ്ങനെ ഒരു കാണില്ല. അത് ഈ ക്രിസ്ത്യാനി അടിച്ചു മാറ്റി. ഞാൻ കഷ്ടപ്പെട്ട് എണ്ണി നോക്കിയേ. ഞാൻ നോക്കാം. അത് എണ്ണി നോക്കണം. അത് 26,000 കൃത്യണ്ട്. 26,000. അപ്പൊ സൂര്യ നമ്മളുടെ മുതൽ പൈസ കറക്റ്റായി. നീ മുണ്ടരുത്. ഈ പോക്കറ്റ് അടിച്ച് ഷോക്കാണേ. ഇനിയെങ്കിലും താൻ പേഴ്സ് സൂക്ഷിക്കേ. നിന്നെ ഞാനൊരു കാര്യം പറട്ടെ. എനിക്ക് കൈ മെസ്സേജ് കേട്ടോ. ഞങ്ങൾ ഓടിക്കരുത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും തീർന്ന്. ഇതെന്ത് മറിമായാടോ? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? നിന്റെ കയ്യിൽ കാശും വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കരുതോ? ഞാൻ മാത്രമല്ല അലാവുദ്ദീനും കൂടെ ഉണ്ട്. അയാൾ അവിടെ പോയി. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ. മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഈ പാർട്ടി ഭയങ്കര ബിസിയാണല്ലോ. പേഴ്സ് അടിച്ചു മാറ്റി എന്റെ പോക്കറ്റിലിട്ട്. ഏതായാലും ഒരിടപാട് തീർന്നല്ലോ. മറ്റോ വരുന്നതിന് മുമ്പ്
കൈകൾ എന്നെ മുടുമ്പോ ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം ഇതെവിടെ പോയത്? ഇട്ടിട്ടില്ല. എടാ വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു. ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടാ നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരി. കണ്ണും മൂക്കും ചിരിണ്ടായൊക്കെ അയ്യോ. ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും. അവളുടെ ഒരു ചിരി അവന്റെ ഒലിപ്പിക്കലും. നിങ്ങളെ രണ്ടാളുടെയും കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ ഇറങ്ങി തലമണ്ട പൊട്ടിക്കണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? നീ ഒന്ന് തിരിയൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീട് പോയതാണ് ഞാൻ. കുളത്തുനിന്ന് കഴുതേ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ ഇന്നത്തെ കാണാനുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ ഇതൊരു കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ വെങ്കിടിയേ. അതെ, ഏത് നേരം ഞങ്ങൾ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു വെക്കാന്. ഇനി ഇനി ഉണ്ടാവില്ല. നിനക്കളെ ഞാൻ ദണ്ഡന്മാർക്ക് ഓർഡിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും.
രക്ഷപ്പെട്ട് கட்டி போட்டிருக்க कुत्ते नहीं जाता ല്ലോ കാറിന്റെ ഓണടി അല്ലേ ഞാൻ കേട്ടത്? അത് ഞാനയുടെ ചിഹ്നം വിളിയാവോ? വേണ്ട. എന്താ പൗലോച്ചാ? പൗലോസേട്ടാ എന്തു പറ്റി? പൗലോസേട്ടാ എന്താ? പൗലോച്ചാ അവിടെ ഒരു ഇവിടെ ഇങ്ങ ആരെയും കാണുന്നില്ലല്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ, മുടി ഇങ്ങനെ അഴിച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശ് മരിച്ചു കിടന്ന് ഉറങ്ങണോ മാപ്പിളെ? എന്താണോ? ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പൊതി മാറിയിട്ടില്ല. ഈ തോക്കിലുണ്ടിണ്ട. എന്തിനാ? എനിക്ക് ആത്മഹത്യ ചെയ്യാനാ. നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ?